നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പോലീസിനെതിരെ പരസ്യമായി വെല്ലുവിളികളും ഭീഷണികളും ഉയർത്തിയ അർജുൻ നായങ്കിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നമുക്കറിയാം. അർജുൻ നായങ്കിയെ പാർട്ടി വരെ തള്ളി പറഞ്ഞതാണ്. അർജുൻ നായങ്കി പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വളർന്ന പാർട്ടി, ഞാൻ വളർന്ന പ്രസ്ഥാനം എന്നുള്ളത്. എന്നാൽ അതേ പ്രസ്ഥാനം അല്ലെങ്കിൽ അതേ പാർട്ടി തന്നെ അർജുൻ നായങ്കിയെ പരസ്യമായി തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ നായങ്കിയെ അറസ്റ്റ് ചെയ്തപ്പോഴും പിണറായി വിജയനെ പോലുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അർജുൻ നായങ്കിയെ പരസ്യമായി തള്ളിപ്പറയുകയും ഒരിടത്ത് പോലും ന്യായീകരിക്കുകയും ചെയ്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അർജുൻ നായങ്കിയെ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അർജുൻ നായങ്കിക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുന്ന പോലീസുകാർക്കെതിരെ പരസ്യ ഭീഷണിയുമായി ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു രംഗത്ത് വന്നിരിക്കുന്നത്. അർജുൻ നായങ്കിക്ക് ായുള്ള തിരച്ചിലിൽ അർദ്ധരാത്രി മല്ലപ്പള്ളി കാട്ടാമലയിലെ വീടുകളിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരസ്യ ഭീഷണിയുമായിട്ടാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസ് തിരച്ചിലിൽ പ്രതിഷേധിച്ച് CPM മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉദയഭാനു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് പോലീസുകാർക്കും വീടുകളുണ്ടെന്നും അവർക്കും അമ്മയും പെങ്ങന്മാരുണ്ടെന്ന് ഓർക്കണമെന്നും അവിടേക്ക് തങ്ങളും കയറുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് പലയിടങ്ങളിലും സന്ദർശിക്കേണ്ടി വരും, പലയിടങ്ങളിലും അവർക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവങ്ങളിലോ ഒന്നും തന്നെ ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ വീടുകളിലേക്കൊന്നും തന്നെ പോലീസ് ഇടിച്ചു കയറുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അത്തരത്തിലൊരു പരാതി വരികയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പോലീസുകാരെ നമുക്കും വിമർശിക്കാം. പക്ഷേ ഇവിടെ അതല്ല. പോലീസുകാർക്ക് കൃത്യമായിട്ട് അവർക്ക് സൂചന ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് അന്വേഷണങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ നടപടികൾ നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലും അമ്മയും പെങ്ങളും ഉണ്ടെന്നും അവിടേക്ക് ഇടിച്ചു കയറാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ലെന്ന് ഒരു മുതിർന്ന CPM നേതാവ് തന്നെ ഇപ്പോൾ പരസ്യമായി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലുള്ള കാട്ടാമലയിലെ വീടുകളിൽ കയറി പോലീസുകാരെ തങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്നും അവരെയൊന്നും രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്നാണ് പരസ്യമായി ഉദയഭാനു ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പോലീസുകാരുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഉണ്ടല്ലോ, അത്തരത്തിലൊന്നും ഞങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കരുത്, ഞങ്ങളും കയറും. പാവപ്പെട്ടവരുടെ വീട്ടിൽ കയറിയവന്മാരെ എല്ലാം ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ വീടുകളിൽ കയറാനും അവരെ കള്ളക്കേസിൽ കൊടുക്കാനുമാണ് ചില കോൺഗ്രസുകാരുടെ ധാരണയെങ്കിൽ അതിവിടെ നടക്കില്ല. അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. ആരുടെയെങ്കിലും വാക്ക് കേട്ട് പാവപ്പെട്ടവരുടെ വീടുകളിൽ കയറിയാൽ വന്നതുപോലെ തിരിച്ചു പോകാൻ കഴിയില്ലെന്നാണ് പോലീസുകാരോട് പറയാനുള്ളത്. ആ രീതിയിൽ തന്നെയായിരിക്കും തങ്ങളുടെ പ്രതികരണം. മര്യാദയാണെങ്കിൽ മര്യാദക്കേട് കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ തങ്ങൾ പ്രതികരിക്കും. മുകളിൽ നിന്നെങ്കിലും ആരുടെയെങ്കിലും നിർദ്ദേശങ്ങൾ അനുസരിച്ച് മര്യാദ കെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ അതിനെ അതേ രീതിയിൽ തന്നെ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഏതെങ്കിലും എരപ്പാടികൾ പറയുന്നത് കേട്ട് പാവപ്പെട്ടവന്റെ വീട് കയറിയാൽ പോലീസുകാർ വന്നതുപോലെ പോകില്ല. ആ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും. മര്യാദയ്ക്ക് പ്രവർത്തിക്കണം. നിങ്ങളെ ആരും സംരക്ഷിക്കാൻ ഉണ്ടാകില്ല. പോലീസ് ചൂട്ടുപോലെയാണെന്നും വഴിയാത്രക്കാരന് കിട്ടിയാൽ അത് വഴി തെളിയിക്കും, ഭ്രാന്തന് കിട്ടിയാൽ നാട് കത്തിക്കുമെന്നാണ് CPM നേതാവ് ഇപ്പോൾ പരസ്യമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ജോലി ചെയ്യുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ട് അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കില്ല. അവരുടെ ഉത്തരവാദിത്തം, അതായത് ഇവിടെയുള്ള ജനങ്ങളുടെ സമാധാന പാലനം, അത് തന്നെയാണ് പോലീസിന്റെ ഉത്തരവാദിത്തം. ശ്രീ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലും നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരാളെയും ഇവിടെ വിലസി നടക്കാൻ സമ്മതിക്കില്ല. ഒരു ഗുണ്ടാ നേതാവും അല്ലെങ്കിൽ ഒരു ഗുണ്ടകളും അത്തരത്തിൽ വിലസി നടക്കാൻ സമ്മതിക്കില്ല. കൃത്യമായിട്ടുള്ള നടപടി തന്നെ എടുക്കും. അതിൽ ഒരു രാഷ്ട്രീയവും കലർത്തുകയല്ല. നിയമത്തെ വെല്ലുവിളിക്കുന്നവരാ
ആരും ഇവിടെ കൃത്യമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പരസ്യമായി വെല്ലുവിളിച്ചു നടക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പോലീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിരവധി ഗുണ്ടകളെ അല്ലെങ്കിൽ ഗുണ്ടാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് ദിവസവും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസുകാരെ, അതായത് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുന്ന പോലീസുകാരെ ഇപ്പോൾ പരസ്യമായിട്ട്, അതും അവരുടെ വീടുകളിൽ കയറി ചെല്ലുമെന്നും അവരുടെ വീടുകളിൽ അമ്മയും പെങ്ങന്മാരും ഉണ്ടല്ലോ എന്ന് സിനിമാ സ്റ്റൈലിൽ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും ഭീഷണികളൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീഷണിയാണ് ഇപ്പോൾ പരസ്യമായിട്ട് ഉദയഭാനു നടത്തിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതിനെക്കുറിച്ച് പരാതികളൊന്നും ഉയർന്നിട്ടില്ല. ഏതായാലും ഈ ഒരു വീഡിയോസ് പുറത്തു വരുമ്പോൾ അതിന് താഴേക്ക് കമന്റ് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യണം, ഇത്തരത്തിലുള്ള പരസ്യ വെല്ലുവിളി നമ്മുടെ പോലീസുകാർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെതിരെ ഭീഷണിപ്പെടുത്തിയതിനും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയതിനും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അർജുൻ ആയങ്കി കൃത്യമായിട്ട് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അർജുൻ ആയങ്കിയെ സഹായിച്ചവരുടെയൊക്കെ തന്നെ വീടുകളിൽ പോലീസ് കൃത്യമായിട്ട് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അന്വേഷണം അവരിലേക്കും എത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ അർജുൻ ആയങ്കി ഒരു ക്രിമിനലാണ്. അർജുൻ ആയങ്കിക്ക് ഒരു സൂപ്പർ ഹീറോ പരിവേഷം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ADGP P. വിജയൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. അർജുൻ ആയങ്കി സമ്മതിച്ചിട്ടുമുണ്ട്, സ്വന്തം ഐഫോണിൽ നിന്നാണ് താൻ ഇത്തരത്തിൽ പോലീസുകാരെ വെല്ലുവിളിക്കുന്ന പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ അതിന് വിവിധ സ്ഥലങ്ങളിലെ വൈഫൈ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അർജുൻ ആയങ്കി ഇത്തരത്തിൽ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ മറ്റാരെയും ചുമതലപ്പെടുത്തിയിരുന്നില്ലെന്നും പ്രതി പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച അർജുൻ ആയങ്കിയുടെ ഐഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. തുടർച്ചയായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ആയങ്കിക്കെതിരെയുള്ള കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് വളപട്ടണം SHO സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. ഈ റിപ്പോർട്ടിന് ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. കളക്ടറുടെ അനുമതി ലഭിക്കുന്നതോടെ പ്രതിക്കെതിരെ കാപ്പ നിയമപ്രകാരമുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കും. ഓപ്പറേഷൻ ഗ്രിപ്പ് ഇപ്പോൾ നടന്നു വരികയാണ്. ലഹരിക്കടത്ത്, നഗരത്തിലെ സ്ഥിരം കുറ്റവാളികളുടെ സാന്നിധ്യം, ക്രമസമാധാന ലംഘനങ്ങൾ എന്നിവ തടയുന്നതിനായിട്ടാണ് പ്രത്യേക പരിശോധന ഓപ്പറേഷൻ ഗ്രിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാപ്പ നിയമപ്രകാരം നടപടി നേരിട്ടവർ, ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, സ്ഥിരം റൗഡികൾ, കോടതികളിൽ നിന്ന് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്തുക തുടങ്ങിയവയാണ് ഈ ഒരു ഗ്രിപ്പിന്റെ പ്രധാന ലക്ഷ്യം. ഗുണ്ടാവേട്ടയ്ക്കായുള്ള കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇതുവരെ സംസ്ഥാനത്ത് പിടിയിലായിരിക്കുന്നത് 503 പേരാണ്. സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ശനിയാഴ്ചയാണ് ഓപ്പറേഷൻ ഗ്രിപ്പിന് തുടക്കമിട്ടത്. എന്നിട്ട് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കഴിയുമ്പോഴാണ് 503 ക്രിമിനലുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുണ്ടാ വിളയാട്ടം നടത്തുന്ന ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോട്ടയം പോലുള്ള ജില്ലകളിൽ ഓരോ സ്ഥിരം കുറ്റവാളിയെയും നിരീക്ഷിക്കാൻ പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലുള്ള 30 സ്ഥിരം കുറ്റവാളികൾക്കായി 30 പോലീസുകാരെ നിശ്ചയിച്ചു. എല്ലാവരെയും 2 ദിവസം കൂടുമ്പോൾ പോലീസ് നേരിട്ടെത്തി ശാരീരിക പരിശോധന നടത്തും. ഇവരുടെ യാത്ര, വീട്, ബാങ്ക് അക്കൗണ്ട്, കാണാനെത്തുന്നവർ എന്നിവ പരിശോധിക്കാനായാണ് പ്രത്യേക ഉദ്യോഗസ്ഥരെ ഓരോരുത്തർക്കുമായി നിയോഗിച്ചത്. 10 ദിവസം കൂടുമ്പോൾ കുറ്റവാളികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരം പോലീസ് ശേഖരിക്കും. സൈബർ പോലീസുമായി ചേർന്ന് ഫോൺ വിളികളും ലൊക്കേഷനും ദിവസവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തുടനീളം ഇതുവരെ 500-ലധികം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഈ ഓപ്പറേഷന്റെ ഭാഗമായി വിവാദ ക്രിമിനൽ കേസ് പ്രതിയായ അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ളവർക്കെതിരെയും പോലീസ് അന്വേഷണവും നടപടികളും വളരെ വേഗത്തിൽ തന്നെ ആക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരമുള്ള നിയമ നടപടികൾ കർശനമായി തന്നെ പോലീസ് തുടരുകയാണ്. അതായത് ഒരു തരത്തിലും നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സമ്മതിക്കില്ല. അതിനുള്ള നിർദ്ദേശമാണ് ശ്രീ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പോലീസ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ ഒരു പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും വീടുകളിൽ ഒരു പോലീസും ഇടിച്ചു കയറി ചെല്ലുന്നില്ല.
ചെല്ലുന്നില്ല. അത്തരത്തിൽ പോലീസ് ഇടിച്ചു കയറി ചെല്ലുകയാണെങ്കിൽ ആ വീട്ടുകാർക്ക് പരാതി നൽകാനുള്ള ഒരു അവകാശം നമുക്കിവിടെ നിലനിൽക്കുന്നുണ്ട്. പോലീസ് ചെല്ലുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പല ഗുണ്ട ക്രിമിനലുകളുടെയും വീടുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് പ്രവർത്തിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസ് ചെയ്യുന്ന ഈ പ്രവർത്തിക്ക് ഒരു കൂട്ടം ജനങ്ങൾ കൈയടിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല വിമർശനങ്ങളും, അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ഭീഷണിപ്പെടുത്തി രംഗത്ത് വരുന്നത്. അതും അവരുടെ കുടുംബത്തെ വരെ ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. അത് ഒരു തരത്തിലും ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല.